2022-24 ബാച്ചിലെ മാത്സ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ മാത്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് എന്ന തരത്തിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പഠിച്ചു തീർന്നിട്ടുണ്ടാവും എന്നറിയാം, കാരണം ഇത് കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പം അതിന്റെ ഒരു ജസ്റ്റ് ഒരു നമ്മൾ ഓടിച്ചിട്ട് പോവുകയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നല്ല വിധത്തിൽ ഉപയോഗപ്രദമാവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ നമുക്ക് കോഡ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്. അപ്പൊ ആ കോഡൊന്നും എല്ലാവരും ഒരേ കോഡാണോ കിട്ടുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞങ്ങളുടെ തന്നെ ഒരുപാട് പേർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കോഡ് ഒരേ കോഡ് നോക്കാതെയൊക്കെ എക്സാം എഴുതിയ കുറച്ച് പേരുണ്ട്. അപ്പൊ അവർക്ക് എക്സാം റിസൾട്ട് വന്നപ്പോഴാണ് ആ ഒരു തെറ്റ് മനസ്സിലായത്. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിന്റെ കോഡ് സെയിം ആണോ എന്ന് നോക്കുക. അതുപോലെ നമുക്ക് കോഡ് രേഖപ്പെടുത്താനുണ്ട്. അപ്പൊ ആ കോഡ് രേഖപ്പെടുത്തുന്നത് കറക്റ്റ് ആണോ നോക്കുക. രജിസ്റ്റർ നമ്പർ കറക്റ്റ് ആണോ നോക്കുക. ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആണോ നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ മിസ്സേ, കേൾക്കാല്ലേ? എല്ലാവർക്കും കേൾക്കാണ്ടല്ലോ പറയണത്? ഓക്കെ. അപ്പോൾ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? സിലബസിൽ നമുക്ക് 8 മുതൽ 10 വരെയുള്ള ടോപ്പിക്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ അത് മാത്രമല്ല, തിയറി കൂടിയുണ്ട്. കണ്ടിട്ടുണ്ടായിരിക്കും പെഡഗോജി ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. തിയറി പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് 71 മുതൽ 150 വരെയാണ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. 80 ക്വസ്റ്റ്യൻസ്. അതിൽ പ്രോബ്ലംസും ഉണ്ടായിരിക്കും, ഈ മാത്സിന്റെ പെഡഗോജി എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാവരും പ്രോബ്ലംസ് ആയിരിക്കും ചെയ്യുക. ഇപ്പൊ ഇത് ഞങ്ങളിൽ ഒരുപാട് പേർക്ക് പറ്റിയൊരു തെറ്റാണ്. അപ്പൊ അതാണ് പറഞ്ഞു തരുന്നത്. പ്രോബ്ലംസ് ആയിരിക്കും എല്ലാവരും ചെയ്ത് തീർക്കാൻ നോക്കുക. പക്ഷെ ലാസ്റ്റത്തെ ഈ തിയറി പാർട്ട് ശ്രദ്ധിക്കില്ല. അപ്പൊ അതിനുള്ള ടൈം കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ലാസ്റ്റത്തെ ഒരു 10 or 15 മിനിറ്റ്സ് ഈ തിയറി പാർട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ആ തിയറി പാർട്ടിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് ഒന്നുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു 10-15 മിനിറ്റ് ആ ഒരു തിയറി പാർട്ടിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക, പ്രോബ്ലംസ് ചെയ്തിരിക്കാതെ. പിന്നെ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടഫ് ആയിട്ട് എടുക്കണം, കാരണം നമുക്ക് ടൈം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടൈമിന്റെ ഉള്ളിൽ ആൻസർ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടാ ഡൗട്ട് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാണ്ടോ? സ്ക്രീൻ കാണാണ്ടോ? ഹലോ, കാണാനുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇനി ക്വസ്റ്റ്യൻസ് കിടക്കല്ലേ? വേറെ ആർക്കും ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ വേറെ എക്സാമിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട്? ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. ഹലോ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the length of two perpendicular sides of a right triangle are 5 cm and 12 cm. The radius of circumcircle of the triangle is. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും. കാറ്റഗറി 2 ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. പക്ഷെ കാറ്റഗറി 3 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്, 5ഉം 12ഉം ആണ്. ആ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ പരിവൃത്തം. ഇതാണ് ഇമേജ്, നോക്കിക്കോളൂ. ഒരു റൈറ്റ് ട്രയാങ്കിള്, അതിനൊരു സർക്കിൾ. ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എത്രയെന്നാണ് ചോദ്യം. ദ ലെങ്ത് ഓഫ് ടു പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ 5 and 12. റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 5ഉം 12ഉം ആണ്. അതിന്റെ റേഡിയസ്, അതിനൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുന്നുണ്ടോ? എന്താ ചെയ്യണേ? അതോ ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ മതിയോ? ഹലോ, എഴുതിയെടുക്കണ്ട? ഓക്കെ. പെട്ടെന്ന് എഴുതാട്ടോ നമുക്ക്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര ടഫ് ആയിരിക്കും, എന്താ നമുക്ക് പെട്ടെന്ന് കത്തുണ്ടാവില്ല. പക്ഷെ വളരെ എളുപ്പമാണ്. ആ ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഇല്ലേ, അതിന്റെ പകുതി, ആ ഒരു ലെങ്ത്തിന്റെ പകുതി ആയിരിക്കും ആ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ റേഡിയസ് ഈസ് ഈക്വൽ ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഹൈപ്പോടെന്യൂസ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഹൈപ്പോടെന്യൂസിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പൈതഗോറസ് ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചതാണ്. എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ ബേസ്, എ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഇവിടെ ബി ഏത് കൊടുത്താലും കുഴപ്പമില്ല. ബി 5 ബി 12 ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനാണ്. അപ്പൊ ബിക്ക് നമ്മൾ 5 സ്ക്വയർ എന്ന് കൊടുത്തു, എ സ്ക്വയർ എന്നുള്ളത് 12 സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പൊ റൂട്ട് ഓഫ് 25 പ്ലസ് 144 144 എന്ന് വരും. അത് ആഡ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 169 റൂട്ട് എന്ന് പറയുന്നത് 13. അപ്പൊ ചില റൂട്ട്സ് ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് അറിയുണ്ടാവും, നമ്മൾ ചെയ്തതാണല്ലോ കുറെ, അപ്പൊ നമുക്ക് അറിയുണ്ടാവും. പക്ഷെ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക എല്ലാവരും. അപ്പൊ എച്ച് എന്ന് പറയുന്നത് 13 കിട്ടും. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ഈ 13ന്റെ പകുതി ആയിരിക്കും, 6.5 സെന്റിമീറ്റർ. അതാണ് നമുക്ക് ഓപ്ഷനിലുണ്ട്. ഡി ആണ് ഓപ്ഷൻ വരിക, 6.5 സെന്റിമീറ്റർ. ഓക്കെ ആണോ? അത് മനസ്സിലായോ? റിയാക്ട് ചെയ്താൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞാ നന്നായിരുന്നു. മനസ്സിലായി. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. അതായത് ഒരാളോട് നമ്മൾ 2-digit നമ്പർ പറയാൻ ആവശ്യപ്പെടുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദ്യം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധ്യതകളുടെ ഗണിതം പ്രോബബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. അത് 10ൽ വരുന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എന്ത് നോക്കണം? പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ബൈ നമ്പർ ഓഫ് 2 digits. എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് അതേ ബൈ എത്ര 2 digits ഉണ്ട്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെയൊക്കെ വരിക 1, 2, 3, 4, 5, 6 എല്ലാ സംഖ്യയും പെർഫെക്റ്റ് സ്ക്വയർ. പക്ഷെ അത് എന്തായിരിക്കണം? 2 digit ആയിരിക്കണം. അപ്പൊ എവിടെ നിന്ന് തൊട്ടിട്ടായിരിക്കും? 4 സ്ക്വയർ തൊട്ടിട്ടാണ് വരിക. 4 സ്ക്വയർ is equal to 16, 5 സ്ക്വയർ is equal to 25, 6 സ്ക്വയർ is equal to 36, 4 സ്ക്വയർ is equal to 49, 7 സ്ക്വയർ is equal to 49, 8 സ്ക്വയർ is equal to 64, 9 സ്ക്വയർ is equal to 81. അങ്ങനെ 6 എണ്ണാണ് 2 digit ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ വരിക. അപ്പൊ 6 ബൈ നമ്പർ ഓഫ് 2 digits. നമ്പർ ഓഫ് 2 digits അത് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ 90 നമ്പർ നോക്കാനില്ല, നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാനും. 1 to 9 ഒഴിവാക്കുക, അതുപോലെ 100 ഒഴിവാക്കുക. അപ്പൊ ബാക്കി 90 എണ്ണം. അങ്ങനെ നമ്പർ ഓഫ് 2 digits എന്ന് പറയുന്നത് 90. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6 by 90 ആണ് വരിക. അതൊന്ന് നമ്മൾ ചെറുതാക്കുമ്പോൾ 1 by 15 വരും. ഓപ്ഷൻ നോക്കുമ്പോൾ സി ഓപ്ഷൻ 1 by 15 ആണ്. എളുപ്പല്ലേ? കുഴപ്പമില്ലല്ലോ? അത് ഇല്ല, എളുപ്പമുണ്ട്. മനസ്സിലായില്ലേ? എളുപ്പമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെറ്റാലിക് സ്ഫിയർ ഓഫ് radius 6 centimeter is melted and recast into a cone of radius 3 centimeter and height 12 centimeter. The number of such cones that can be made is. അതായത് ഇവിടെ ഒരു സ്ഫിയർ, ആ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അത് ഉരുക്കിയിട്ട് കോണാക്കി മാറ്റിയാണ്. ആ കോണിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഫിയർ ഉരുക്കി കോൺ ഉണ്ടാക്കുകയാണ്. എത്ര കോൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സച്ച് കോൺസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ്. 3 സെന്റിമീറ്റർ റേഡിയസും 12 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള എത്ര കോൺസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്ത് ചെയ്യണം? ആദ്യത്തെ സ്ഫിയറിന്റെ വോളിയം ഡിവൈഡഡ് ബൈ കോണിന്റെ വോളിയം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അറിയണം, കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് കോൺസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് സ്ഫിയറിന്റെ എന്താണ് വരിക? 4/3 πr³ ആണ്. വോളിയം ഓഫ് കോൺ 1/3 πr² h ആണ്. അത് കാണാതെ തന്നെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ മുന്നേ പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. പക്ഷെ എന്തായാലും പഠിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ മുന്നത്തെ എക്സാമിന് വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കഴിഞ്ഞ എക്സാമിന് വന്നത്. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതേ ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പർ പോലും വ്യത്യാസമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ വോളിയം ഓഫ് ദ സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോൺ.
ജസ്റ്റ് ആ ഒരു റേഡിയസ് എന്താണോ അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ വാല്യൂസും ഇട്ട് കൊടുക്കുക. നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും. അവിടെ നമ്പർ ഓഫ് കോൺസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8 കോൺസ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഒരു ഇക്വേഷൻ നോക്കി വെക്കുക കേട്ടോ. വോളിയം ഓഫ് സ്ഫിയറിന്റെ അതുപോലെ വോളിയം ഓഫ് കോണും ആ ഒരു ഇക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് നമ്പേഴ്സ് അതിൽ കൊടുക്കുക, ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഡ് കൂടുണ്ടോ കുറയ്ക്കണോ എന്തെങ്കിലും ചെയ്യണോ? ഹലോ, കുഴപ്പമില്ലല്ലോ, കേൾക്കല്ലേ? ഇല്ല കുഴപ്പമില്ല. ഓക്കെ. Okay, so next question. The sum of the 8th and 13th terms of an arithmetic sequence is 124. The sum of first 20 terms of arithmetic sequence. അതായത് ഒരു arithmetic sequence സമാന്തര ശ്രേണി അതിലെ 8th ടേമിന്റെയും 13th ടേമിന്റെയും സം എന്ന് പറയുന്നത് 124 ആണ്. അതിന്റെ 20 ടേംസിന്റെ സം എത്രയാണെന്നാണ് ചോദ്യം. കാണുമ്പോൾ കുറച്ച് ടഫ് തോന്നി, വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. 8ാമത്തെയും 13ാമത്തെയും ടേമിന്റെ സം എന്ന് പറയുന്നത് 124 ആണ്. ആദ്യത്തെ 20 പദങ്ങളുടെ സം എത്രയെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8ാമത്തെ പദം എങ്ങനെയാണ് എഴുതുക, ജനറൽ ടേം എങ്ങനെ എഴുതാന്ന് ആദ്യം നോക്കണം. അപ്പൊ ഒരു സാധാരണ ഒരു നമുക്കൊരു AP കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ nth ടേമിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് an is equal to a plus n minus 1 into d എന്നാണ്. ഇവിടെ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും ആണ്. ചിലപ്പോൾ പലരും പല ഇത് വെച്ചിട്ടാവും പഠിച്ചിട്ടുണ്ടാവുക, ലെറ്റർ ഒക്കെ വെച്ചിട്ടാവും പഠിച്ചിട്ടുണ്ടാവുക. ഇതാണ് ഞാൻ ഇങ്ങനെയാണോ പഠിച്ചിരിക്കുന്നത്, അതാണ് ഞാൻ ഇതന്നെ യൂസ് ചെയ്തത്. an is equal to a plus n minus 1 into d. അപ്പൊ നമുക്കിവിടെ 8th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ a8 is equal to a plus 8 minus 1 into d എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. S8 അല്ല കേട്ടോ വരിക, A8. നമ്മൾ പദല്ലേ കണ്ടുപിടിക്കുന്നത്, ടേം അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ A8 എന്നാണ് വരിക. A8 is equal to a plus 7d എന്നാണ് വരിക കേട്ടോ. അതുപോലെ A13 is equal to a plus 12d. അതൊന്ന് മാറ്റി എഴുതണേ. A ആണ് വരിക. അതുപോലെ ഇവിടെയും A13ഉം A8ഉം വരാം. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെ സം എന്ന് പറയണത് 124 ആണ്. a plus 7d. അപ്പൊ നമ്മൾ A8 എന്നുള്ളിടത്ത് എന്ത് കൊടുക്കാണ്? a plus 7d എന്ന് കൊടുക്കാണ്. അതുപോലെ A13 എന്നുള്ളിടത്ത് a plus 12d എന്ന് കൊടുക്കാണ്. അപ്പൊ a plus 7d plus a plus 12d എന്ന് പറയുന്നത് 124 ആണ്. ഇവിടെ 2a ഉണ്ട്, അപ്പൊ 2a plus 7dയും 12dയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 19d. അപ്പൊ 2a plus 19d എന്ന് പറയുന്നത് 124 കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവുക. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, നമ്മളിപ്പോ ആദ്യത്തെ ആ ഒരു കാര്യം വരെ എത്തിയിട്ടുള്ളൂ. ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ആദ്യത്തെ 20 ടേമിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ 20 ടേമിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഇത്ര ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. കൂടുതലും ഫസ്റ്റിലത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാവും നമുക്ക് പ്രോബ്ലം കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പൊ Sn is equal to n/2 2a plus n minus 1 into d. ഇവിടെയും a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും ആണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 20 ടേംസ് ആണ്. അപ്പൊ S20 is equal to n/2 2a plus n minus 1 into d. ഇവിടെ n എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ 20/2 2a plus 20 minus 1 into d. അപ്പൊ 20/2 ചെയ്യുമ്പോൾ 10 കിട്ടും. 10 into 2a plus 19d. 10 into 2a plus 19d ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 124 ആണ്. അപ്പൊ 10 into 124. ആൻസർ 11240. ഓക്കെ, അപ്പൊ അതിന്റെ സമ്മ് കിട്ടി, 20 ടേംസിന്റെ സമ്മ് കിട്ടി 1240. ഓപ്ഷൻ നോക്കുമ്പോൾ ഡി ഓപ്ഷൻ 1240 അത് പബ്ലിക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇത് എഴുതി വെക്കണം കേട്ടോ, ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. പെട്ടെന്ന് ഇത് പഠിച്ചു വെക്കാൻ നല്ലത്, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും.
എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്നത് ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ആണെന്നും കൂടി ഓർത്ത് വയ്ക്കാം. എ പിയുടെ കാര്യം കേട്ടോ പറയണത്, ജി പിയുടെ അല്ല. ജി പിയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാലൊന്നും കണ്ടിട്ടില്ല. എ പിയുടെയാണ് ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 50 ആണ്. കോമൺ ഡിഫറൻസ് -1 ആണ്. 101 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക. n എന്നുള്ളിടത്ത് 101 കൊടുക്കുക, 101 കൊടുക്കുക. ഫസ്റ്റ് ടേം 50 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആണ്. ഇനി ആദ്യത്തെ 101 ടേംസിന്റെ സമ്മ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. 101 എന്നിന് പകരം 101 കൊടുത്തു. 101/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, അപ്പൊ 50 പ്ലസ് 101 - 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് -1. അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. 101/2 ഇൻറ്റു 100 പ്ലസ് 100 ഇൻറ്റു -1. 100 ഇൻറ്റു -1 എന്താവും? -100 ആവും. അപ്പൊ 101/2 ഇൻറ്റു 100 - 100. 100 - 100 0. ദെൻ 101/2 ഇൻറ്റു 0, ഏതൊരു സംഖ്യനെ 0 വെച്ച് ഗുണിച്ചാൽ 0 തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ 101 ടേമിന്റെ സമ്മ് എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. ഓപ്ഷൻ നോക്കുക, ബി ഓപ്ഷൻ 0 ആണ്. ഓക്കെ, ഇത് നമുക്ക് എളുപ്പമാട്ടോ കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മളൊരു കോമൺ ഇതിൽ വെച്ച് ആലോചിച്ചാൽ മതി, 0 ആയിരിക്കുമല്ലോ എന്ന്. വേണ്ട, പ്രോബ്ലം ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കുക. 0 ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ 2 numbers x and y, xy is equal to 112 and x minus y is equal to 9, then x plus y is. ഇവിടെ x plus y ആണ് കണ്ടുപിടിക്കേണ്ടത്. x y യും തന്നിട്ടുണ്ട്, x minus y യും തന്നിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇത് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാട്ടോ. അപ്പോൾ പോളിനോമിയൽസ് എന്ന ഒരു ചാപ്റ്ററിൽ 9ൽ വരുന്നതാണ്. ഇതൊന്നും എല്ലാവരും പഠിച്ചു വെക്കുക. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4xy പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ആ എക്സ് പ്ലസ് വൈ അവിടെ നിർത്തുക, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അവിടെ നിർത്തുക. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാക്കിയുള്ള അറിയാലോ, എക്സ് വൈയും അറിയാം, എക്സ് മൈനസ് വൈയും അറിയാം. അപ്പൊ അത് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4xy പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് വൈ എന്ന് പറയുന്നത് 112 ആണ്, അത് ഇതിൽ കൊടുത്തു. 4 ഇൻറ്റു 112 പ്ലസ് 9 സ്ക്വയർ. എക്സ് മൈനസ് വൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9 ആണ്, 9 സ്ക്വയർ. ദെൻ 4 ഇൻറ്റു 112 ചെയ്യുമ്പോൾ 4480 കിട്ടും, പ്ലസ് 81 ആഡ് ചെയ്യുമ്പോൾ 529 529 കിട്ടും. എക്സ് പ്ലസ് വൈ 529 ആണ്. അപ്പൊ അതിന്റെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ 529 ആണ്. അപ്പൊ അതിന്റെ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ റൂട്ട് എടുക്കുക, 529ന്റെ റൂട്ട്. ഇനി അതിൽ വല്ല ബുദ്ധിമുട്ട് നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് കിട്ടിക്കോളന്നില്ലല്ലോ, ഓരോ സംഖ്യ ഇങ്ങനെ ഇരുന്ന് ഗുണിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഓപ്ഷനിലേക്ക് പോവുക. ഓപ്ഷനിൽ ഫസ്റ്റ് 24 ആണ്. അപ്പൊ 24 ഇൻറ്റു 24 ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 ആ വരിക. അപ്പൊ 4 ഇൻറ്റു 4 16 അല്ലേ. അപ്പൊ ലാസ്റ്റ് 6 ആണ് വരിക. നമ്മുടെ ആൻസറിൽ 6 അല്ല 9 ആണ്. അപ്പൊ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. അടുത്തേക്ക് വരിക 26 ആണ്. 26 ഇൻറ്റു 26 6 ഇൻറ്റു 6 36 ആണ്. അവിടെ 6 ആണ് വരിക. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്ത 22 ഇൻറ്റു 22 2 ഇൻറ്റു 2 4 ആണ്. ആ ഒരു ഓപ്ഷനും കട്ട് ചെയ്ത് കളയാം. അടുത്ത വരെ 23 ഇൻറ്റു 23 ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 9 ആണ്. നമുക്ക് വേണ്ടതും 9 ആണ്. അപ്പൊ 23 ആയിരിക്കും ആൻസർ. അങ്ങനെ നമുക്ക് ഓപ്ഷന് ആൻസർക്ക് പെട്ടെന്ന് എത്താട്ടോ. അങ്ങനൊരു കാര്യമുണ്ട്. പക്ഷെ ചിലപ്പോ വേറെ 33 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് ആൻസർ ചെയ്യരുത്. അപ്പൊ ജസ്റ്റ് ഇൻറ്റു ചെയ്തിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കാം. പെട്ടെന്ന് ഇപ്പൊ അതിന് മുന്നേ ഇപ്പൊ 26ന് പകരം 33 കണ്ടു, 3 ഇൻറ്റു 3 9 ആൻസർ കിട്ടി വിചാരിച്ചിട്ട് ബബിൾ ചെയ്യരുത്. അപ്പൊ അടുത്ത ഓപ്ഷൻസും കൂടി നോക്കിയിട്ട് മതി ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കോർഡിനേറ്റ്സ് ഓഫ് ends of diagonal of a square are 0 0 and 3 4. The area of the square.
ഇവിടെ നമുക്ക് രണ്ട് കാര്യമാണ് നോക്കേണ്ടത്. ഒന്ന്, ഒരു സ്ക്വയറിന്റെ ഡയഗണൽ തന്നിട്ടുണ്ട്, അതിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. ഒന്ന് 0 0 ആണ്, മറ്റേത് 3 4 ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു സ്ക്വയറിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഓർത്ത് വെക്കാണ്ട്. ഒന്ന്, ആ ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഫോർമുല ഓർത്ത് വെക്കണം. ഡിസ്റ്റൻസ് ഫോർമുല d is equal to root of x2 minus x1 whole square plus y2 minus y1 whole square ആണ്. ഇനി x2 എന്ന് പറയുന്നത് അറിയാലോ. ഇപ്പൊ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതുക എങ്ങനെയാ? x1, y1. അതുപോലെ അപ്പുറത്തെ കോർഡിനേറ്റ് എങ്ങനെ എഴുതും? x2, y2 എന്നാണ് എഴുതുക. അപ്പൊ ഓരോന്നും ഇവിടെ കൊടുക്കുക. 0 0ക്ക് x1 ഉം y1 ഉം, 3 4ന് x2 ഉം y2 ഉം കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? d is equal to root of 3 minus 0 whole square plus 4 minus 0 whole square. 3 square plus 4 square ആണ് വരിക. അതായത് 9 plus 16. Root of 9 plus 16 is equal to root of 25 is equal to 5. d എന്ന് പറയുന്നത് 5. അതായത് ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 5. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എന്താ വരിക? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ. ഡി എന്ന് പറയുന്നത് ഡയഗണലിന്റെ ലെങ്ത്. അപ്പൊ എ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി സ്ക്വയർ. ഡി എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 1/2 ഇൻറ്റു 5 സ്ക്വയർ. 1/2 ഇൻറ്റു 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25. 25/2. ഓപ്ഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഓപ്ഷനിൽ 25/2 ഉണ്ട്. അപ്പൊ ആൻസർ 25/2 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഫോർമുലയും അതുപോലെ ഏരിയയും ഇത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. ഇതിലേക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് ഉണ്ട്. 90യുടെ ഓപ്പോസിറ്റ് 5 വന്നു, അങ്ങനെയാണെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതാ വരിക നോക്കിയിട്ട് അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും കൂടി, അതിനേക്കാൾ ഒന്നും കൂടി എളുപ്പം ഇതാണ്. ഇത് പഠിക്കാവോ ഒന്നും കൂടി സുഖം. ഓക്കെ, അടുത്തത് ഒരു ചെറിയൊരു കാര്യമാണ്. അതായത് ക്വസ്റ്റ്യൻ വരുന്നേ ഉള്ളൂ. അതിന് മുന്നേ കുറച്ച് കാര്യം പറഞ്ഞുതരാം. നമുക്കൊരു ട്രയാങ്കിൾ തരികയാണ്. 30:60:90 എന്ന ഒരു റേഷ്യോയിലുള്ള ഒരു ട്രയാങ്കിൾ. നമുക്കറിയാലോ നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ ഒരു അളവാണിത്. 30, 60, 90. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് 30യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 1, അതുപോലെ 60യുടെ ഓപ്പോസിറ്റ് വരുന്നത് √3, 90യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 2. ആ ഒരു സൈഡ്സ്, ആ ഒരു റേഷ്യോയിലാണ് സൈഡ്സ് ഉണ്ടാവുക. 30, 60, 90 ഡിഗ്രിയിലുള്ള ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2. ഇനി അടുത്ത 45ന്റെ കേസാണ് പറയണത്. അപ്പൊ ജസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആലോചിക്കുക, 30 എന്നുള്ളടത്ത് √3 ആണ് വരുന്നതെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. 1:√3:2. ഏതാണ് ആംഗിൾസ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെ വരികയാണെങ്കിൽ 1:√. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ 30യുടെ ഓപ്പോസിറ്റ്, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 2 ആണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 2:√3 വരും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 2:2 4 വരും. അത്രേ ഉള്ളൂ. എളുപ്പമാണ് കാര്യം. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. 30, 60, 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ആ ഒരു ഓർഡർ തന്നെ വേണം കേട്ടോ. ആ ഓർഡറിൽ തന്നെ പഠിച്ചേക്കണം. 30ന്റെ ഓപ്പോസിറ്റ് 1, 60ന്റെ ഓപ്പോസിറ്റ് √3, 90ന്റെ ഓപ്പോസിറ്റ് 2. ആ ഓർഡറിൽ തന്നെ പഠിക്കണം. ഇനി 45ന്റെ പറയുന്നുണ്ട്. 45:45:90. അതായത് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 45, 45ഉം 90 ആണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. ഇവിടെ √2 ആണ്, മറ്റോടത്ത് √3 ആണ്. 45ന്റെ ഓപ്പോസിറ്റ് 1, അതുപോലെ 90യുടെ ഓപ്പോസിറ്റ് √2. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ, 90യുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം 5 ആണെന്ന് വിചാരിക്കാം. 90യുടെ ഓപ്പോസിറ്റ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 5 എന്ന് പറയണത് ഏതോ ഒരു സംഖ്യേനെ √2 വെച്ച് ഇൻറ്റു ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. ഏതോ ഒരു സംഖ്യേനെ x √2, അപ്പൊ ഒരു സംഖ്യ നമുക്ക് x ആക്കി വിചാരിക്കുക.
അപ്പൊ എക്സ് റൂട്ട് 2 ആയിരിക്കും എന്ത് 5 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 5/√2 ആണ്. അപ്പോ 45ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 5/√2 ആണ്. അതെല്ലാം അറിയണ്ടാവും അല്ലെ? എളുപ്പമാണ്, ആലോചിച്ച് വെക്കുക. 45 45 ആൻഡ് 90 ആണ് വരുന്നതെങ്കിൽ 1:1:√2 ആണ്. 30 60 90 ആണ് വരുന്നതെങ്കിൽ 1:√3:2 ആണ്. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ പറയണത്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ ഫിഗർ? ഈ ഫിഗറിലെ ട്രയാങ്കിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒന്ന് തന്നിട്ട് 5√2 ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ തന്ന നമ്മള് ഈ ഒരു മുകളിലൊരു 105 ഇല്ലേ, ആ ഒരു ആംഗിളിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഇത് വരയ്ക്കുക. നമ്മളിങ്ങനെ വരയ്ക്കില്ലേ, കറക്റ്റ് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പൊ അവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഒരു ABC, ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ഓരോ ആംഗിളും എത്രയാണെന്ന് നോക്കാം. അതായത് ഇവിടെ എ എന്ന് പറയുന്ന ആംഗിള് 45 ആണ്. ഈ സി എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാക്കിയ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം അത് പെർപെൻഡിക്കുലർ അല്ലേ, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള ആ മുകളിലെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45 തന്നെ ആയിരിക്കും. അപ്പൊ 45 45 90 എന്ന ഒരു ട്രയാങ്കിളിന് കിട്ടി. നമുക്കറിയാം റേഷ്യോസ് നമുക്ക് അറിയാം. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് ആണ് 5√2 വന്നത്. അപ്പൊ 45ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. പെട്ടെന്ന് കിട്ടും നമുക്ക്, കാരണം 1:1:√2 ആണ്. √2ന്റെ അവിടെ എന്ത് വന്നു? 5√2 വന്നു. ഇവിടുത്തെ ഈ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള സംഖ്യേനെ വെച്ച് √2 വെച്ച് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കിട്ടിയത്. അപ്പൊ എന്തായിരിക്കും 45ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. 5:5:5√2 ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ നമുക്ക് കിട്ടി AC എന്ന് പറയണതും അതുപോലെ BC എന്ന് പറയുന്ന വശം എന്തായിരിക്കും? 5 ആയിരിക്കും. നമുക്ക് ആദ്യത്തെ കേസിൽ കിട്ടി. ഇനി ആ ഒരു ട്രയാങ്കിൾ മാറ്റി വെച്ചു. ഇനി അടുത്ത, ഇപ്പോഴും നമുക്ക് സൈഡ്സ് ഫുള്ള് കിട്ടിയിട്ടില്ല. AC എന്ന് പറയുന്നത് ഫുൾ ആയിട്ടില്ല, ഫുള്ള് കിട്ടണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ട്രയാങ്കിൾ നോക്കുക. അടുത്ത ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇതേമാതിരി നമുക്കറിയാം ആ സിയുടെ അവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സിയുടെ അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇപ്പുറത്ത് ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, D എന്ന് പേര് കൊടുക്കുക. നമുക്കറിയാം മൊത്തത്തിൽ മുകളിലുള്ള ആംഗിൾ 105 ആണ്. 45 ഇപ്പുറത്തെ ആംഗിൾ ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഡിയുടെ അവിടെ എത്രയായിരിക്കും? 30 ഡിഗ്രിയാണ് ഡിയുടെ അവിടെ വരിക. അപ്പൊ ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 60 90. ഇതിൽ നമുക്ക് ആകെ അറിയണത് 30യുടെ ഓപ്പോസിറ്റ് ഉള്ള BC മാത്രം അറിയണത്. BC നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, എത്രയായിരുന്നു? 5 ആണെന്ന് കണ്ടുപിടിച്ചു. അതായത് 30യുടെ ഓപ്പോസിറ്റ് 5 ആണ്. 30യുടെ ഓപ്പോസിറ്റ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 60യുടെ ഓപ്പോസിറ്റ് 5√3 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് 5:2 ആണ് വരിക. കാരണം 2 ആണ് അവിടുത്തെ റേഷ്യോ. 1:√3:2 ആണ്. 1ന്റെ അവിടെ എന്ത് വന്നു? 5 വന്നു. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് 5√3. അത് കഴിഞ്ഞ് 90യുടെ ഓപ്പോസിറ്റ് എന്ത് വരും? 5:2 10 വരും. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ എല്ലാ വശവും കിട്ടി. AC കിട്ടി, CD കിട്ടി, BC കിട്ടി, AB കിട്ടി. നോക്കാം, AC അല്ല ശരിക്കും ആ ഒരു വലിയ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത്. എന്താണ് വരിക? AD ആണ്. അപ്പൊ AC പ്ലസ് CD ചെയ്യണം. AC എത്രയായിരുന്നു? 5 ആയിരുന്നു. CD എന്ന് പറയുന്നത് 5√3 ആണ്. അപ്പൊ അവിടുത്തെ മൊത്തം നീളം എന്ന് പറയുന്നത് 5 + 5√3. പിന്നെ BD എന്ന് പറയുന്നത് 10, AB എന്ന് പറയുന്നത് 5√2. അപ്പൊ ആൻസർ വരിക ഏതായിരിക്കും? D ആണ്. അപ്പൊ നോക്കുക, അതിൽ ഏതാണ് സൈഡ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഓർഡർ ഒന്നും അവർ ചോദിച്ചിട്ടില്ല. അപ്പൊ സൈഡ്സിൽ ഏതാണോ അത് കൊടുക്കുക കേട്ടോ.
ഇതവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 45:45:90. അത് 1:1:√2 ആണ്. അപ്പൊ എങ്ങനെയാ വന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജസ്റ്റ് ആൻസർ മാത്രമേ ഉള്ളൂ. AD എന്ന് പറയുന്നത് 5 കിട്ടും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് DB എന്ന് പറയുന്നത് 5√3 എന്ന് കിട്ടും. അതുപോലെ CB എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടും. ജസ്റ്റ് ആ ഒരു ഏതൊക്കെ സൈഡ്സ് നോക്കുക, ഒന്ന് ഓപ്ഷനിൽ നോക്കുക, എന്നിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഇല്ല എല്ലാവർക്കും? കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ഹലോ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the angle between the hands of the clock in the figure? ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ സമയം നോക്കിയാൽ മതി. ക്ലോക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സമയം നോക്കുക. ആ ഒരു രണ്ട് ഹാൻഡ്സിന്റെയും സൂചികളുടെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. നമുക്ക് ഇതിന്റെ ബാക്കിൽ കുറെ കണക്കുണ്ട്, അതൊന്നും ഓർത്ത് വെക്കേണ്ട. പിന്നെ പല ടെക്നിക്ക് ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ, മെത്തേഡ്സ് ഉണ്ട്, യൂസ് ചെയ്യും. പക്ഷെ അതിനേക്കാൾ എളുപ്പം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കുക. 30H - 11/2M. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. H എന്ന് പറയുന്നത് അവർ ആണ്, M എന്ന് പറയുന്നത് മിനിറ്റ് ആണ്. അപ്പൊ ഇവിടെ അവർ എന്ന് പറയുന്നത് ഇവിടെ എത്ര സമയം? 1:20 സമയം. അപ്പൊ അവർ എന്നുള്ളിടത്ത് 1, Hന്റെ പകരം 1 വരും, മിനിറ്റിന്റെ അവിടെ 20 വരും. 20 മിനിറ്റ് ആണല്ലോ, 1 മണി 20 മിനിറ്റ് ആണ്. 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. അപ്പൊ 1 മണി 20 മിനിറ്റ്. അപ്പൊ അവർ എന്നുള്ളിടത്ത് 1ഉം മിനിറ്റ് എന്നുള്ളിടത്ത് 20 വരും. അപ്പൊ 30 × H - 11/2M. അവിടെ H 1ഉം M 20 ആയതുകൊണ്ട് 30 × 1 - 11/2 × 20. 30 × 1 30, 11/2 × 20 ചെയ്യുമ്പോൾ 110 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ -80 ആണ് കിട്ടുക. പക്ഷെ ഇവിടെ ആംഗിൾ ആണ് നോക്കുന്നത്, നെഗറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ 80 ഡിഗ്രി, അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എളുപ്പാട്ടോ ഈ ക്വസ്റ്റ്യൻ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് -2, 4, 4,5 ആൻഡ് 1, -3? 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ. അതിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്, സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഫോർമുല അതും എളുപ്പമാണ്, ഫോർമുല ഓർത്തിക്കുക. സെൻട്രോയിഡ് C is equal to എന്ത് വരും? x1 + x2 + x3/3, y1 + y2 + y3/3 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. C is equal to ആദ്യത്തെ കോർഡിനേറ്റ് നോക്കുക. അവിടെ ആദ്യത്തെ നമുക്ക് ഒരു കോർഡിനേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തേനാണ് x1 എന്ന് പറയാ, രണ്ടാമത്തേന് y1. അടുത്ത ഒരു കോർഡിനേറ്റ് എടുത്താൽ x2 y2, അടുത്തത് x3 y3 ആയിരിക്കും. അപ്പൊ ഓരോന്നും കൊടുക്കുക. x1 എന്ന് പറയുന്നത് -2 പ്ലസ് അടുത്തേലെ 4, 5 അടുത്ത കോർഡിനേറ്റിലെ 4 ആട്ടോ, അത് x2 4 പ്ലസ് അടുത്ത കോർഡിനേറ്റിലെ x3 1/3, 4 + 5 - 3/3. അപ്പൊ ആദ്യത്തെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3/3, 6/3. 3/3, 6/3. ആൻസർ 1,2. ഇനി ശ്രദ്ധിക്കുക, 1,2 ആണ് സെൻട്രോയിഡ് കിട്ടിയത്. അപ്പൊ അതന്നെ ഓപ്ഷൻ നോക്കുക. 2,1 കണ്ട എഴുതരുത്, തെറ്റും. അപ്പൊ അത് ബബിൾ ചെയ്യാൻ പാടില്ല. അതാണ് അവർ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് 1ഉം 2ഉം കണ്ട ഒരു ഇതിൽ ചെയ്യരുത്. ആ 1,2 തന്നെ കോർഡിനേറ്റ് ആകുമ്പോൾ കറക്റ്റ് അത് തന്നെ കിട്ടണം. 1,2 എന്നുള്ളത് അത് തന്നെ ബബിൾ ചെയ്യുക കേട്ടോ. D ആണ് ഓപ്ഷൻ വരുന്നത്. ഈ ഒരു സെൻട്രോയിഡ് ഫോർമുല ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, among two mutually perpendicular lines the slope of one line is 2/3. what is the slope of other line? ഇതിനൊരു ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. 2 lines are perpendicular if
m1 into m2 is equal to -1. അപ്പൊ ഇവിടെ m1 നമുക്ക് എന്ത് കൊടുക്കാം? 2/3 കൊടുക്കാം. ഒരു സ്ലോപ്പ് തന്നിട്ടുണ്ട്, അത് 2/3 കൊടുത്തു. m2 കണ്ടുപിടിക്കാം. m1 into m2 is equal to -1 ആണ്. 2/3 into m2 is equal to -1. then m2 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 2/3 into 2/3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഡിവൈഡഡ് ബൈ 2/3 ആയിട്ട് മാറും. -1 divided by 2/3 is equal to -1 into 3/2. നമ്മളൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ -1 into 3/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3/2. ആൻസർ ഓപ്ഷനിലുണ്ട് -3/2. ഡി ആണ് ഓപ്ഷൻ വരിക. അപ്പൊ അത് ഡബിൾ ചെയ്യാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും, -1 ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2/3 അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണില്ലേ, ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഓപ്ഷൻ തെറ്റിക്കാൻ തരത്തിൽ തന്നെ ഓപ്ഷൻ തന്നിരിക്കുന്നത് കണ്ടില്ലേ? -2/3, 2/3, 3/2 എല്ലാ ഓപ്ഷനും സെയിം നമ്പർ ആണ്. അപ്പൊ നമുക്ക് തെറ്റ് നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. In the figure, chords A, B and CD are extended to meet HP. AB is equal to 4 cm, PB is equal to 12 cm, PC is equal to 6 cm. The length of the chord CD. ഇവിടെ നമുക്ക് CD-യുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കുക. ക്വസ്റ്റ്യനില് AB തന്നിട്ടുണ്ട്, അതുപോലെ AB തന്നിട്ടുണ്ട്, PB തന്നിട്ടുണ്ട്, PC തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ഈ ഒരു പിക്ചർ ഓർത്ത് വയ്ക്കുക. അത് നമ്മൾ പത്തിൽ പഠിക്കണം കേട്ടോ അത്. അപ്പൊ ഈ ഒരു ചിത്രം ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. PA into PB സമം PC into PD. എന്നിട്ട് ജസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ PA എന്താ? PA നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കണം കേട്ടോ. അപ്പൊ PA നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ചിത്രത്തിലും കാണാനില്ല, അതുപോലെ തന്നതിലും കാണാനില്ല. അപ്പൊ നമ്മൾ PA കിട്ടിയില്ല എന്ന് വിചാരിക്കരുത്. അവിടെ PA കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാവും. കാരണം PB തന്നിട്ടുണ്ട്. PB എന്ന് പറയുന്നത് 12 ആണ്, AB എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ PA നമുക്ക് കിട്ടും. PA എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 - 4 8. അപ്പൊ 8 ഇൻറ്റു PB എന്ന് പറയുന്നത് എത്രയാ? PB എന്ന് പറയുന്നത് 12. 8 ഇൻറ്റു 12 സമം PC 6 സെന്റിമീറ്റർ ആണ്. 6 ഇൻറ്റു PD. PD അറിയില്ല. അപ്പൊ ആദ്യം നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കണം. PD എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. 8 ഇൻറ്റു 12 സമം ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു PD. ഇവിടുന്ന് PD കണ്ടുപിടിക്കുകയാണ്. PD എന്ന് പറയുന്നത് 6നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. 6നെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. കാരണം ഇൻറ്റു 6 ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആയിട്ട് മാറും. അപ്പൊ 8 ഇൻറ്റു 12/6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 കിട്ടും. PD 16 ആണ്. PD-യുടെ നീളം 16 ആണ്. കണ്ടുപിടിക്കേണ്ടത് CD ആണ്. അപ്പൊ PD 16 ആണ്, PC 6 ആണ്. അങ്ങനെയാണെങ്കിൽ CD എന്തായിരിക്കും? 10 ആയിരിക്കും. CD 10 സെന്റിമീറ്റർ. ഓപ്ഷനിൽ ഡി ഓപ്ഷൻ 10 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ അത് പബ്ലിക്. PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. അത് ഓർത്തേക്കുക, അതിൽ കൊടുക്കുക. എല്ലാം തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതേമാതിരി PA എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് അതുപോലെ കണ്ടുപിടിക്കാൻ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. നല്ല എളുപ്പമാണ്, ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും. അങ്ങനെ നമുക്ക് കുറെ ഇരുന്ന് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എളുപ്പമാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അതിൽ കൊടുക്കുക, ചെയ്യാം. പിന്നെ ഒരു പ്രോബ്ലം കിട്ടിയില്ലെങ്കിൽ അതിൽ തന്നെ കുറെ നേരം ഇരിക്കരുത്. അത് കിട്ടിയില്ലെങ്കിൽ അത് വിടുക. പിന്നെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ അത്രയും കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ടും ഏതെങ്കിലും ഒരു ഓപ്ഷൻ ബബിൾ ചെയ്യാം കേട്ടോ. എങ്ങാനും ശരിയായാലോ, പറയാൻ പറ്റില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ O is the center of the circle and AB is diameter. Angle COB is equal to 50 degree. The measure of CAB. CAB എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CAB എന്ന് പറയുന്ന ആംഗിള് എത്രയെന്നാണ് ചോദ്യം. COB തന്നിട്ടുണ്ട് 50 ഡിഗ്രി ആണ്. ഒന്ന് നോക്കണ്ട, അതിന് ആ ഒരു ചിത്രം നോക്കി വെക്കുക കേട്ടോ.
ഈ ചിത്രം ഓർത്ത് വെക്കണം. കാരണം ആ ഒരു എ ബി എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആണ്. എ സി എന്ന് പറയുന്നത് ഒരു കോഡാണ്. അതിൽ നിന്നാണ് അതിന്റെ സെന്ററിലേക്കാണ് സി ഒ ആ ഒരു 50 ഡിഗ്രി ഉണ്ടായിരിക്കുന്നത്. ആ സി ഒ എന്ന് പറയുന്ന ആ ഒരു ലൈൻ ചേർന്നിട്ടാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ചിത്രം വന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് അപ്പുറത്ത് ആ ഒരു എയുടെ ആംഗിൾ എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 50 ഡിഗ്രിയുടെ പകുതി അവിടെ എത്രയാണോ ഓല എത്രയാണോ കോഡ് വരുന്നത്, ഓല ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും, അതിന്റെ പകുതി ആയിരിക്കും എയിൽ വരുന്ന കോണ്. അതായത് 50യുടെ പകുതി 25. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചിത്രം വരികയാണെങ്കിൽ ഒന്ന് നോക്കേണ്ടത് ആ ഒരു ആൻസർ എ ബി എന്ന് പറയുന്നത് നോക്കണം. എ ബി അതിന്റെ ഡയമീറ്റർ ആയിരിക്കണം കേട്ടോ. എ ബി ഡയമീറ്റർ ആയിരിക്കണം, ഒ സെന്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം വരികയാണ്. അതിന്റെ എയുടെ ആംഗിൾ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 50ന്റെ പകുതി 25 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എ ബി ഡയമീറ്റർ ആണ്. ആംഗിൾ എ എം ബി, എ ഡി ബി, എ സി ബി, ഈ മൂന്ന് ആംഗിളും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോണത്. അതായത് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എ സി ബി തന്നിട്ടുണ്ട് 63 ആണ് എ സി ബി എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ എം ബി എത്രയെന്നാണ്. ഇത് നമുക്ക് രണ്ടു തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എളുപ്പമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഡയമീറ്റർ അതിന്റെ ആ ഒരു മുകളിലെ ആ ഒരു സർക്കിളില് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, വൃത്തത്തിൽ ഉണ്ടാക്കുന്ന വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഡി എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എ ബി എന്തായിരിക്കണം? ഡയമീറ്റർ ആയിരിക്കണം. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണ്, അവിടെ ഒരു ട്രയാങ്കിൾ ഒരു വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ എ ഡി ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എ സി ബി എന്താണ്? 63 ആണ്. അപ്പൊ അടുത്ത് എ എം ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് എന്ത് ഓർഡറിലാണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അതായത് അവിടുത്തെ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോ 90, 63 രണ്ടെണ്ണം കിട്ടി. 90 കിട്ടി, 63 കിട്ടി. അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 63, 90 തമ്മിലുള്ള ഡിഫറൻസ് 27. അപ്പൊ നമുക്കറിയാം എ എം ബി ആ ഒരു 27 ആഡ് ചെയ്തതായിരിക്കും. ആ ഒരു വൃത്തത്തിന്റെ പുറത്തേക്ക് പോകുന്നതോറും, സർക്കിളിന്റെ പുറത്തേക്ക് പോകുന്നതോറും ആംഗിൾ എന്തായിരിക്കും? കുറഞ്ഞു വരിക ചെയ്യുക. വൃത്തത്തിലാവുമ്പോൾ അത് 90 ഡിഗ്രി, വൃത്തത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും കൂടുക ചെയ്യുക, 90 കൂടും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ആദ്യത്തെ 63 കിട്ടി, പിന്നെ 90 കിട്ടി. അപ്പൊ അടുത്ത ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ 90 + 27 എന്ത് കിട്ടും? 117 കിട്ടും. അപ്പോ എ എം ബി എന്ന് പറയുന്നത് 117 ആയിരിക്കും. മനസ്സിലായോ? എളുപ്പമാണ്, ഒന്ന് ആലോചിച്ചാൽ മതി. അത് 63, 90, അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പൊ അടുത്ത 90 കൂടെ 27 ആഡ് ചെയ്തതായിരിക്കും, കാരണം വൃത്തത്തിലാണ് ആ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ 90 + 27 എന്ന് പറയുന്നത് 117 ആയിരിക്കും. വേറെ മെത്തേഡ്സ് ഉണ്ട് കണ്ടുപിടിക്കുക, പക്ഷെ ഒന്നുകൂടി എളുപ്പം അതാണെന്ന് തോന്നി. അങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമായതുകൊണ്ടായിരിക്കും മേ ബി ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാത്ത മെത്തേഡ്സ് യൂസ് ചെയ്യാം, ഈസി ഇതാണ്. അപ്പൊ നോക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A, B, C, D are points on the circle with center O. AOB is equal to 86 degree. The measure of ADB. AOB തന്നിട്ടുണ്ട് 86 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നേരത്തെ ഇതേ ചിത്രമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇവിടെ നോക്കുക, AOB 86 ആയതുകൊണ്ട് ACB 86ന്റെ പകുതി ആയിരിക്കും. ACB എന്ന് പറയുന്നത് 86ന്റെ പകുതി ആയിരിക്കും. 86ന്റെ പകുതി എന്ത് വരും? 43 വരും. അപ്പൊ അവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 43 ആണ്. ഇനി അത് നോക്കുക. ഇനി ADBC. ADBC എന്ന് പറയുന്നത് എന്താണ്? ഒരു ചതുർഭുജാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ADBC എന്ന് പറയുന്നത് ഒരു ചതുർഭുജാണ്, 4 വശങ്ങളുള്ള രൂപം.
അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. അപ്പൊ എ ഡി ഡി എന്ന് പറയുന്ന കോണും അതുപോലെ സി എന്ന് പറയുന്ന കോണും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ഇവിടെ നമുക്കറിയാം സി എത്രയാണ്? 43 ആണ്. സി 43 ആണ്. അങ്ങനെയാണെങ്കിൽ സി 43 ആണ്. ഡി കണ്ടുപിടിക്കണം. അപ്പൊ ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് 43 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 137. ആൻസർ 137. അപ്പൊ എ ഡി ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 137 കിട്ടും. മനസ്സിലായല്ലോ? 86ന്റെ പകുതിയാണ് ആ സിയുടെ അവിടെ വരിക. ആ ഒരു ഇത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമുക്ക് ചോദിക്കുക എ സി ബി എത്രയെന്നായിരിക്കും. അപ്പൊ എന്ത് കിട്ടും? 86ന്റെ പകുതി 43 സി എന്ന് പറയുന്ന ആംഗിൾ വരിക. അപ്പൊ അതും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഡിയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. അപ്പൊ ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് 43 വരും. ആൻസർ 137. 137 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഉണ്ട്, ഡി ഓപ്ഷൻ ആണ് വരിക. അപ്പൊ അത് കൊടുക്കാം. Okay. Next, in the figure, two parallel chords are drawn in a circle of radius 5 cm. The length of the chords are 8 and 6 cm. The distance between the chords. രണ്ട് കോഡ് പറഞ്ഞാൽ ഞാണ്. രണ്ട് ഞാണുണ്ടല്ലോ. അപ്പൊ 6ഉം 8ഉം. രണ്ട് ഞാണ് തന്നിട്ടുണ്ട്. ഈ ഞാണുകൾ തമ്മിലുള്ള അകലം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം റേഡിയസിന്റെ കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എളുപ്പത്തിന് ചിത്രം കൂടി തന്നിട്ടുണ്ട്. ചിത്രം വരച്ചുണ്ടാക്കൊന്നും വേണ്ട. നമുക്ക് അറിയാം റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ആ ഓട് അവിടുന്ന് ഓ എന്ന് പറയുന്നത് സെന്റർ ആണല്ലോ. അപ്പൊ അവിടുന്ന് 8 സെന്റിമീറ്ററിൽ മുകളിലുള്ള ആ ഒരു ഞാണിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി അവിടെ. ആ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും? ആ ഒരു ഞാണിന്റെ മിഡ് പോയിന്റിലാണ് അത് വരയ്ക്കണത്. അപ്പൊ അവിടെ പകുതിയാക്കും. അപ്പൊ ഈ ഒരു വശം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. മുകളിലെ ആ ഒരു ട്രയാങ്കിളിന്റെ ആ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ മുകളിലേക്കുള്ള ഈ ഒരു നമ്മൾ വരച്ച ആ ഒരു ലൈൻ ഇല്ലേ, അതിന്റെ ലെങ്ത് കിട്ടില്ലേ? കാരണം അതൊരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 4ഉം ഒരു സൈഡ് 5ഉം ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കണം? 3 ആയിരിക്കണം. 3, 4, 5 എന്നാണ് ആ സൈഡ്സ് വരുള്ളൂ. അത് ചെയ്ത് നോക്കൊന്നും വേണ്ട. ചെയ്ത് നോക്കുക വെച്ചാൽ നമുക്ക് എന്ത് കാണിക്കാം? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വെച്ചിട്ട് പൈതഗോറസ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 3, 4, 5 തന്നെയാണ് അവിടെ വരുള്ളൂ. ഓക്കെ. അത് കഴിഞ്ഞ് അപ്പൊ അവിടുത്തെ കിട്ടി, നമുക്ക് 3 കിട്ടി. അത് മാത്രം പോരല്ലോ, നമുക്ക് സെൻട്രൽ നിന്ന് 8ലേക്കുള്ള ദൂരമല്ല ചോദിച്ചിരിക്കുന്നത്. ആ രണ്ട് ഞാണുകൾ തമ്മിലുള്ള അകലാണ് ചോദ്യം. അപ്പൊ അടുത്തത് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഇപ്പുറത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏതാ വരയ്ക്കണത്? കണ്ടോ? പുതിയൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടില്ലേ? താഴത്തെ ആ ഒരു 6 സെന്റിമീറ്റർ വെച്ചിട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരിക? ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 വരും. റേഡിയസ് എന്ന് പറയുന്നത് 5 വരും. റേഡിയസ് ഒരിക്കലും മാറില്ലല്ലോ സർക്കിളിന്റെ. അപ്പൊ റേഡിയസ് 5ഉം വരും, ഒരു സൈഡ് 3ഉം വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ വരച്ച ഈ ഒരു വൃത്തത്തിന്റെ കേന്ദ്രം ഇല്ലേ, അവിടുന്ന് താഴേക്ക് വരച്ച ലെങ്ത് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഇവിടെ 4ഉം കിട്ടി, മുകളിൽ 3ഉം കിട്ടി. അപ്പൊ ആ രണ്ട് കോണും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 4 + 3 7 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിത്രം വരച്ച് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്തല്ലോ. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒന്ന് ചിത്രം ഇല്ലാതെ തന്നാലും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കോഡ്സിന്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്നും ഓർത്ത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഇസ് ദ സ്മോളസ്റ്റ്? ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഓരോന്നും ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ 3/4 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് സംഖ്യകള് എഴുതി നോക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാ നോക്കുക, ആൻസർ ചെയ്യാം. 6/7 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോറി, ഫസ്റ്റ് 3/4 അല്ലേ? 3/4 ആണ് വരിക. ഫസ്റ്റ് 0.7 സംതിങ് ആണ് വരിക. അത് കഴിഞ്ഞ് 6/7 ചെയ്യുമ്പോൾ
നോക്കാം. എന്നിട്ട് പോയിന്റ് വെച്ചിട്ട് രണ്ട് സംഖ്യ, പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യ വരെ കണ്ടുപിടിക്കുക ഡിവൈഡ് ചെയ്തിട്ട്. എന്നിട്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാ നോക്കുക, അതായിരിക്കും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, നല്ല ചെയ്യാൻ ഒന്നും കൂടി ഇതായിരിക്കും. വേറെ ഐഡിയകൾ ഉണ്ട് കേട്ടോ, വേറെ മെത്തേഡിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ കണ്ടുപിടിച്ചോളൂ, ഞാൻ ആ ഒരു മെത്തേഡ് പറഞ്ഞെന്താ. അടുത്ത ക്വസ്റ്റ്യൻ. The equation of the circle with center 6,4 and passing through the point 6,9. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 6,4ഉം അതൊരു പോയിന്റിലൂടെ കടന്നു പോകുന്നത് 6,9 ആണ്. അപ്പോൾ നോക്കി നോക്കൂ, ഇതാ ഒരു സെന്ററും ഒരു പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നായിരിക്കും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വേണം, ആ ഒരു കാരണം ഒരു ഇക്വേഷൻ അല്ലേ എഴുതുന്നത്. അപ്പൊ എക്സ് അങ്ങനെ തന്നെ, എച്ചും എച്ച് കോമ കെ എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ആയിരിക്കും. പോയിന്റ് അല്ല, ആ ഒരു സർക്കിളിന്റെ പോയിന്റ് അല്ല പറയണത്, സെന്റർ ആണ് പറയണത്. എച്ച് കോമ കെ എന്ന് പറയുന്നത് സെന്റർ ആണ്. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എച്ച് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കാം, 6 എന്ന് കൊടുക്കാം. അപ്പൊ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എന്നുള്ളിടത്ത് 4 എന്ന് കൊടുക്കാം. അപ്പൊ എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ വരെ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം, ആറ് കണ്ടുപിടിക്കണം. ആറ് എങ്ങനെ കണ്ടുപിടിക്കും, ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ സെന്ററിൽ നിന്ന് ഒരു പോയിന്റ്, വൃത്തത്തിലൊരു പോയിന്റ് ആണ്. അപ്പൊ അതെന്തായിരിക്കും, അതിന്റെ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു റേഡിയസ് വരച്ച അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അവിടുത്തെ ഡിസ്റ്റൻസ് ആയിരിക്കും റേഡിയസ് ആയിട്ട് കിട്ടുക. അപ്പൊ 6,4 എന്ന് പറയുന്നത് റേഡിയസ് സെന്ററും 6,9 എന്ന് പറയുന്നത് പോയിന്റും ആക്കി എടുക്കുക. എന്നിട്ട് അവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല നേരത്തെ പറഞ്ഞല്ലോ, d ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ഇവിടെ ഇക്വേഷനിൽ ആർ സ്ക്വയർ ആണ്, 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ആണ് ആൻസർ വരിക. 5 കൊടുക്കരുത്, കാരണം ഡി ഓപ്ഷൻ നോക്കി നോക്കൂ, എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ഉണ്ട്. റേഡിയസ് അല്ല, റേഡിയസിന്റെ സ്ക്വയർ ആണ്. 5 സ്ക്വയർ ആണ് വരിക, 25 ആണ് വരേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ ആണ്, എ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. എച്ച് കോമ കെ എന്ന് പറയുന്നത് സെന്റർ ആണ്, പോയിന്റ് അല്ല, സെന്റർ ആണ്. അത് ഓർത്ത് വെക്കാം. Which among the following are the factors of the polynomial? ഇത് രണ്ട് വഴിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു മെത്തേഡ് അതിനേക്കാൾ എളുപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻസ് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോളിനോമിയൽ കിട്ടണം. അപ്പൊ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പൊ അതൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 4x² മൈനസ് 16x പ്ലസ് 15 കിട്ടുമോ നോക്കുക. ഏത് ഓപ്ഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് കിട്ടുക നോക്കുക, അത് വെച്ചിട്ട് ആൻസർ ചെയ്യുക. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അങ്ങനെ കുറെ നേരം ഇരിക്കേണ്ട, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. രണ്ടാമത്തെ ബി ഓപ്ഷനിൽ നിന്നാണ് ആൻസർ കിട്ടുക. കാരണം 2x² ഇൻറ്റു 2x², 4x², 2x ഉം 2x ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x². അത് കഴിഞ്ഞ് 2x മൈനസ് 3x ചെയ്യുമ്പോൾ 6x മൈനസ് 5 ഇൻറ്റു 2x വരും. മൈനസ് 5 ഇൻറ്റു 2x വരുമ്പോൾ മൈനസ് 10x, പിന്നെ മൈനസ് 5 ഇൻറ്റു മൈനസ് 3 ആ വരിക. അപ്പൊ മൈനസും മൈനസും പ്ലസ് ആവും, പ്ലസ് 15. ഇത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x² മൈനസ് 16x പ്ലസ് 15. അപ്പോൾ ബി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരാം.
Next question. A class has 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice that of the boys. How many girls and boys are there in class? അതായത് ഒരു ക്ലാസ്സിൽ 4 more girls than boys. ആൺകുട്ടികളെക്കാൾ 4 പേര് കൂടുതലാണ് പെൺകുട്ടികൾ. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. ഒരു ദിവസം 8 കുട്ടികളെ ആബ്സെന്റ് ആയ ദിവസം, 8 ബോയ്സ് ആബ്സെന്റ് ആയ ദിവസം ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ട്വൈസ് അല്ലേ, അപ്പൊ ഇരട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ബോയ്സിന്റെ എണ്ണം നമുക്ക് അറിയില്ല, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ബോയ്സ് ഇസ് ഈക്വൽ ടു എക്സ്, നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു എക്സ്, നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. നമ്പർ ഓഫ് ഗേൾസ് ബോയ്സ് എന്ന് എഴുതിനാക്കണം, നമ്മൾ ജസ്റ്റ് ബി ഇസ് ഈക്വൽ ടു എക്സ്, കാരണം പെട്ടെന്ന് ആൻസർ കിട്ടണമല്ലോ. അപ്പൊ ജി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4. അപ്പൊ ഒരു ദിവസം 8 കുട്ടികൾ വന്നില്ല. അന്ന് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്, 8 കുട്ടികൾ വരാത്ത അന്ന് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ട്വൈസ് ആയിരുന്നു. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 8. 8 ബോയ്സ് വരാത്ത ദിവസം അത് ജസ്റ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു 2x മൈനസ് 16. എക്സ് ഇസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 കിട്ടും. എക്സ് 20, അതായത് ബോയ്സിന്റെ എണ്ണം 20, ഗേൾസിന്റെ എണ്ണം 24. എക്സ് പ്ലസ് 4 ആണ് വരിക, 24. ഗേൾസ് ഇനി ഇവിടെ നോക്കുക, ഹൗ മെനി ഗേൾസ് ആൻഡ് ബോയ്സ്, ഓർഡർ നോക്കുക കേട്ടോ. ഗേൾസ് ആൻഡ് ബോയ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗേൾസിന്റെ എണ്ണം എത്രയാ പറഞ്ഞത്? 24 ആണ്. ബോയ്സ് 20. അപ്പൊ 24, 20 എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഇനി 20 ആൻഡ് 24 ആണെങ്കിൽ കൊടുക്കരുത്, തെറ്റ് വരും. ഇനി അതേ ഉള്ളു വെച്ച് കൊടുക്കുക. പക്ഷെ 24 ആൻഡ് 20 ഉണ്ടെങ്കിൽ അതേ ഓപ്ഷൻ തന്നെ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. കാരണം ഗേൾസ് ആൻഡ് ബോയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓർഡർ നോക്കുക, ഗേൾസ് 24 ആണ്, ബോയ്സ് 20 ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വല്ല ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, വേറെ വല്ല ക്വസ്റ്റ്യനിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ മിസ്സേ. അഞ്ജന, എന്തായാലും എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. മനസ്സിലായോ മിസ്സേ പറഞ്ഞത്? എനിക്ക് മനസ്സിലായോ? സ്പീഡ് കൂടിയോ? മാത്സ് ഒന്നും അറിയാത്ത എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഇനി വേറെ. ഇതിലിപ്പോ എന്താണ്, നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത് കുറച്ച് പേരുള്ള, ബാക്കിയുള്ളവരൊക്കെ ഡിസംബറിൽ എക്സാം എഴുതുന്നവരാണ്. അപ്പൊ നമുക്ക് ഇനിയും പറ്റുകയാണെങ്കിൽ ക്ലാസ് കൊടുക്കാം അവർക്ക്. അപ്പൊ നമുക്ക് ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിച്ചാലും മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ടാവുമല്ലോ, അപ്പൊ ജസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു അഞ്ജന.